ഹലോ ഗായ്സ്, ബാക്ക് ടു ചാനൽ. ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് പറഞ്ഞ ഗെയിമിലേക്കാണ്. ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരു കുട്ടി വീട് ഉണ്ടാക്കിയായിരുന്നു. ആ വീടാണിത്. കുറച്ച് ഡെക്കറേഷനൊക്കെ ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പം നൈറ്റ് ആവാനായി, നമുക്കൊന്ന് ഉറങ്ങണം. അപ്പം നമുക്കൊന്ന് ഉറങ്ങട്ടെ. എന്നിട്ട് ഞാൻ എൻ്റെ താത്താൻ്റെയും ഫ്രണ്ട്സുകളുടെയും വീട് നോക്കാൻ പോവാണ്. എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലത്തെ മലേൻ്റെ അപ്പുറത്തെ മലയിലാണ് അവരുടെയൊക്കെ വീട്. നമുക്ക് ഇന്ന് അവരുടെ വീട് കാണാനാണ് ഒന്ന് പോണത്. അപ്പോൾ ഈ ബോട്ടിൽ കയറിയിട്ട് നമുക്ക് വേഗം അവരുടെ വീട്ടിലേക്ക് പോവാം. നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണം. കുറച്ചും കൂടി ഫ്രണ്ടിൽ പോവാം. ഇവിടെ നിർത്താം ഗൈസ്. ഇവിടെ നിർത്താം നമുക്ക്. നിർത്തിയത് ഇവിടെ കുറച്ച് ഡോഗൊക്കെ ഉണ്ട്. വലിയ പട്ടിയും കുട്ടിപ്പട്ടിയും ഒക്കെ ഉണ്ട് ഇവിടെ. വേഗം ഓടിക്കയറും ഈ മല. ഈ മലയിൽ നിന്ന് തോന്നുന്നു ഈ മല കഴിഞ്ഞിട്ട് ഒരു വില്ലേജ് ഉണ്ടാവും. അത്ര 2 വില്ലേജിൻ്റെ പാത ഉണ്ടാക്കിക്കണു. ആ 2 വില്ലേജിൻ്റെയും കുറച്ച് വീടുണ്ട് അത്ര. അതിൻ്റെയൊക്കെ നമുക്ക് നോക്കാം. അപ്പുറത്ത് വില്ലേജ് ഉണ്ടോ എന്നൊക്കെ അറിയില്ല. അമ്മമാർ ഏകദേശം ഒന്ന് കയറിയിട്ടുണ്ട്. കാണുന്ന ദൂരത്തിലേക്കൊന്നും കാണണമെന്നില്ല. ഒരു ഐലൻഡ് ചെറുതായിട്ട് കാണുന്നുണ്ട്. അല്ലാണ്ട് നമുക്ക് വില്ലേജ് ഒന്നും കാണാനില്ല. നമുക്കൊന്ന് ചെറുതായിട്ട് ഇറങ്ങി നോക്കാം. ആകെ ഒരു വില്ലേജ് കണ്ടു ഞാൻ. അവിടേക്ക് ഓടിപ്പോവാം നമുക്ക്. ഈ വില്ലേജ് ആണോ എന്നൊരു സംശയമുണ്ട്. ഇവിടെ വില്ലേജേഴ്സിൻ്റെ വീടല്ലാണ്ട് വേറെ ഏതെങ്കിലും വീടുണ്ടോയെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഞാൻ ഒരു കാര്യം മറന്നു. ബോട്ട് നമ്മളവിടെ നിർത്തി എങ്ങോട്ട് കൊണ്ടുപോകില്ല. ഒക്കെ നോക്കാം. ഇനി അടുത്ത അവിടെ ഒരു ബ്രിഡ്ജ് മറ്റു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് അവർ. അത് അടുത്ത വില്ലേജ് പോകേണ്ട സ്ഥലമൊന്നും. ഈ വില്ലേജിൽ ഒരു വീടോ 2 വീടോ. ഇതൊക്കെ വില്ലേജേഴ്സിൻ്റെ വീടാണ്. ഇതൊരു വീട്. ഇവിടെ ഷൽക്കറൊക്കെ ഉണ്ട്. ചോപ്പ് ഷൽക്കർ. ഓ മൈ ഗോഡ് ഗൈസ്, ഒരു പൂവാണ് അതിൽ ഗൈസ്. റെഡ് പൂവാണ് ഉണ്ടായില്. പിന്നെ ഇവിടെ ക്യാരറ്റ് ഉണ്ട്. ഉരുളക്കിഴങ്ങുണ്ട്. അതൊക്കെ നമ്മൾ കുറച്ച് എടുക്കാം. കുറച്ച് നമുക്ക് എടുക്കാം. എന്താ പറയുക, നമ്മുടെ അവിടെ അതൊന്നും ഇല്ലല്ലോ. ഫുഡായിട്ട് നമുക്ക് എടുക്കാം. തണ്ണിമത്തൻ്റെ സീഡ്സൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ പൊട്ടിച്ച ക്യാരറ്റ് നമുക്ക് കിട്ടി. എന്തായാലും കുറച്ച് ഇതുണ്ട് നമ്മൾ ഇന്നലെ കൊന്നതിൻ്റെ. ഇതൊക്കെ ഇതാണ് ഒരു വീട്. ഇത് കുഴപ്പമില്ലാത്തൊരു ചന്ത ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഉള്ളിൽ ഒന്നൊക്കെ പോയി നോക്കി നോക്കട്ടോ ഇന്ത്യർ എങ്ങനെ ഉണ്ടെന്ന്. ഓട്ടോമാറ്റിക് ഡോറാണ്. ഇതൊരു പൂച്ച കടിച്ചാൽ നമുക്ക് പോവാം. പിന്നെ ഇതാണ് ഉള്ളിലത്തെ സെറ്റപ്പ്. ഇതെന്ത് ജനലിൽ കണ്ണാടി ഇട്ടിട്ട് പിന്നെ ഓട്ടയൊക്കെ വെച്ചിരിക്കുന്നത്. ഓ മൈ ഗോഡ്, ഓട്ടോമാറ്റിക്. നമ്മൾ വീട്ടിൽ ഇങ്ങനത്തെ സാധനം കൊടുക്കണേ. ഒറ്റയ്ക്ക് ഓർക്കണേ. എന്നാൽ വെറുതെ കയറിപ്പോയാൽ മതി. വേറെ വീട്. ഓ മൈ ഗോഡ്, ഇതിന് ഒരടി കിട്ടിയാൽ നമ്മൾ ചാകുമ്പോൾ. അങ്ങനത്തെ ലൈഫെല്ലാം ഉള്ളത്. ഇത് അടുത്ത വീട്. ഇത് പിന്നെയും കുഴപ്പമില്ല. ഇത് വലിയ വീടാവുന്നു. വീട് കണ്ണാടിയാണല്ലോ ഫ്രണ്ടിൽ. വ്യൂ കിട്ടാനാ. എന്താ വീട്ടിലെന്താ? ഫുള്ള് സെറ്റപ്സാണ്. സാധനങ്ങൾ എടുക്കണ്ട, നാട്ടിൽ വെക്കാം. ഇവിടെ കിച്ചൺ ഇത്രയും ദിവസം ചന്തത്തിലുണ്ടാക്കിയിട്ടുണ്ട് ഗൈസൊക്കെ. ഇതെൻ്റെ കാക്കുൻ്റെ കൂടെ തോന്നുന്നു. മഞ്ഞ കളർ ഇഷ്ടം. പിന്നെ ഇതിലൊന്നും ഇല്ല തോന്നണോ. അവിടെ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇതൊക്കെ എന്താ സാധനമെന്ന് പോലും അറിയില്ല. ഇവിടുന്ന് ചാടാ. അടുത്തത് പിന്നെ ഇവിടെ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ 2 വീടില്ലൂ എന്നാണ് പറഞ്ഞത്. നമുക്ക് ഈ വീഡിയോയിൽ പറ്റുകയെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റോൺ ടൂൾസിലേക്ക് അപ്ഗ്രേഡ് ആവണം. നമുക്കിപ്പോൾ വുഡൻ ടൂൾസിൽ തന്നെ ഇരിക്കാൻ പറ്റില്ല. സോംബീസും സ്കെൽട്ടൺസൊക്കെ വന്നാൽ നമുക്ക് ഒട്ടും ഉണ്ടാകാൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ മാത്രം അയേൺ ഇല്ലാത്ത എല്ലാവരും ഇപ്പോൾ മാക്സിമം അയേൺ എടുത്തുക്കണം. ആ വീട്ടിലുണ്ട്. പിന്നെ ഫസ്റ്റ് കയറിയ അവിടുത്തെ വീട്ടിലൊക്കെ അയേൺസ് ഉണ്ട്. ഇവിടെ പാലും ഫുള്ള് പണി എനിക്കില്ല തോന്നുന്നു. ഇവിടെ ഈ ഒരു ഫെൻസൊക്കെ ഇത് അടിക്കണ്ടില്ലേ. സാമാനടിച്ചു. ഇവിടെ കുറേ ആമകളൊക്കെ ഉണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ അതെ.
നമുക്ക് ഇതിനുണ്ട് ഈ വഴി കൂടെ പോയേക്കാം. ഇവിടെ പിന്നെ പാതയാണ് ആ വുഡ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. കൊണ്ടുവരായിരിക്കും. നമുക്ക് വേഗം അടുത്ത വില്ലേജ് ഇത് തന്നെയാണോ പോണ്, അല്ലാതെ ആരുടെ വീട്ടിലേക്കുണ്ട വഴിയാണോ എന്നറിയില്ല. ആരുടെ വീട്ടിലേക്കുണ്ട വഴി കാണിച്ചാൽ എന്താ വഴി തെറ്റി നമ്മളുടെ ഒക്കെ പോയേക്കാം. ഈ അടുത്ത വില്ലേജിലാണ് കുറേ ഇതൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഇതിനടിച്ച് എന്താണ് കാട്ടത് അതിന് ഹായ് പറഞ്ഞപ്പോൾ എന്നെ തുപ്പിക്കത്. എന്ത് തേങ്ങ, ഞാൻ ഒന്നും കാട്ടില്ല. ഞാൻ ഒന്ന് അടിച്ചു നോക്കിയത്, അപ്പോൾ ഇതിന് തുപ്പി എന്നിട്ട് ഇത് അടുത്ത വില്ലേജ് എത്തി. ഇവിടെയും ആമ. എൻ്റെ വീട്ടിൻ്റെ അവിടെ മാത്രം ആമല്ലാത്തുള്ളൂ. ഇതൊരു സംശയം. ഇത് വില്ലേജറിൻ്റെ വീട്ടാണോ അല്ല ആൾക്കാരുടെ വീടാണോ? എൻ്റെ ഫ്രണ്ട്സുകളുടെ വീടാണോ വില്ലേജറിൻ്റെ വീടാണോ എന്നറിയില്ല. അല്ല വില്ലേജറിൻ്റെ അല്ല. ഇതെന്താ സ്മാർട്ട് റൂട്ടിലിട്ടിരിക്കുന്ന ലൈറ്റ്? വാതിലൊക്കെ ലൈറ്റ് ഇടാൻ പോകും. ഇതിനെന്താ എടുക്കാനുണ്ടോയെന്ന് നോക്കാറുണ്ട്. ലൈറ്റ് കഴിഞ്ഞില്ലല്ലോ. ഇവിടെ നിന്നോ ബസ് അടിയത്തെ പെട്ടില്ല. ഇവിടെ നിന്നൊന്നും എടുക്കണ്ട. നമുക്കിത് 3 അതൊക്കെ എടുക്കാം. നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാം. അതിന് കുറേ പൂവില്ല. ഇപ്പോൾ ഇതൊക്കെ അത്തിരി പൊട്ടിച്ചെടുക്കാം. നമുക്കും ഫാമിങ് ചെയ്യേണ്ട. എല്ലാവരും വില്ലേജിൽ നിന്ന് പോക്കണമില്ല. ഇത് മൈനിങ് ഗോൾഡ് ബേസ് ഗൈസ്. ഇത് സീന് നേരെ കുഴിച്ചത് ഉണ്ടാക്കിക്കണോക്കെ ഗൈസ്. ഈ വീട് വലുതാണ് കേട്ടോ ഗൈസ്. ഇത് സെറ്റായി. ഇതെൻ്റെ താത്താൻ്റെയാണ് പറഞ്ഞത് അണ്ടർഗ്രൗണ്ട്. എന്തൊക്കെ എഴുതി വെച്ചുകൂണ് ഗൈസ്. ഗൈസ് അയൺ ആർമർ, ഷീൽഡ്, ഗോൾഡൻ ബൂട്ട്. ഇവിടെ ഉണ്ടല്ലോ ഇതിൻ്റെ അയണൊക്കെ എൻ്റെ താത്താൻ്റെയിലൊക്കെ. ഒരെണ്ണം പോലും തരുന്നില്ല ഇത്. കെട്ടി വെറുതെ ഒരു 2 കെട്ടിയിൽ അവരുടെ സാധനങ്ങളില്ല. ഒക്കത്തിൻ്റെ വേറെ ഇപ്പോൾ ഇവിടെ ഒരു കാനും ഇല്ലേ. പക്ഷേ ഇവനാണ് എന്നെ തല്ല. അതെൻ്റെ പിക്കാസ് പൊട്ടി. അതെൻ്റെ തുപ്പണത്. അവൻ തുപ്പണു ഹായ് റോബോട്ട് അയ്യോ മിസ്. ഇവിടെ ഫസ്റ്റ് ടൈം വെൽക്കം ഡ്രിങ്ക് കൊടുക്കണേ. ഇത് വീട് മൈനിങ് ഗൈസ്. ഇത് മൈനിങ് ആണോ ഗൈസ്? കാണും മൈനിങ് ആണോ? അല്ല ഗൈസ് വീട്. ഞാനും വിചാരിച്ചു മൈനിങ് ആണെന്ന്. ഫുൾ പണി കഴിഞ്ഞിട്ടില്ല തോന്നണു. ഇത് മൈനിങ് ഏരിയ എന്ന് വിചാരിച്ചു. ഇവർക്ക് ഡയമണ്ട് ഇതൊക്കെ കിട്ടാൻ സിമ്പിളാണ്. ഇവിടുന്ന് തന്നെ മൈനിങ്ങിന് പോയാൽ മതി. ഞാനും വിചാരിച്ചത് മൈനിങ് ആണെന്ന്. ഇങ്ങനെ ഗുഹമാരി പോകണമായിരുന്നു തിളച്ചിട്ട്. അത് ഇവിടെ വുഡൊക്കെ ഇട്ട് സെറ്റാക്കിയാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇവിടുത്തെ ആർക്കും ഇപ്പോൾ സ്റ്റോറേജിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല തോന്നണു. അത്ര സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അവിടെ ഒരു വീടുണ്ട്. ഇതെന്താ ഇതും വീടാവും. അങ്ങനെ എത്ര വീടാ ഗൈസ്? കുറച്ച് പേരല്ലോ. എന്നിട്ട് ഗൈസ് ഇത് സ്റ്റോറേജാണ്. സ്റ്റോറേജിൽ ഒന്നുമില്ല ഗൈസ്. സ്റ്റോറേജിൽ ഇത് മാത്രമല്ല കേട്ടോ. ഈ സാധനത്തിൻ്റെ സ്ഥലത്തില്ല. അതും കുറച്ച് തന്നെ ഇല്ലു. അത്ര ഏറ്റില്ല. ഇവിടെ ക്രാഫ്റ്റിംഗ് ലെവലൊക്കെ ഉണ്ട്. ഇപ്പം എന്തെങ്കിലും ഉണ്ടാക്കാം. നമുക്ക് കൊണ്ടുപോയി സീഡ്സിനൊക്കെ ഉണ്ടാക്കണം. ഇഷ്ടമൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ. എൻ്റെ താത്ത ചീത്ത പറയില്ല കേട്ടോ. ചോദിച്ചാൽ നമുക്ക് ധൈര്യത്തോടെ പറയാം ഞാൻ എടുത്ത് തരാമെന്ന്. പക്ഷെ ഞാൻ പറയില്ല ഗൈസൊക്കെ പേടിയാണ്. എൻ്റെ വീട് പൊട്ടിക്കോ ഇതൊക്കെ ഒക്കെ പാടെ പൊട്ടിച്ച ഗൈസ്. ക്യാരറ്റൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് ക്യാരറ്റ് ഇവിടെ നിന്നൊക്കെ എടുക്കാം. നമുക്ക് ഇവിടെ നോ ഐഡിയ. ഇതൊക്കെ നമുക്ക് എടുത്ത് കൊണ്ടുപോകാൻ പറ്റണമല്ലോ. അവിടെ പിന്നെ ആയിട്ടില്ല ഒന്നുമില്ല. ഫുഡ് കഴിക്കട്ടെ. എന്തായാലും കുറച്ച് ഫുഡല്ലേ ഒത്തിരി പുഷ്പത്തുണ്ടാക്കുന്ന. ഇതൊരു ഐലൻഡ് അവരുണ്ടാക്കിയതാട്ടോ. പറഞ്ഞ ചതുരം കണ്ടോ? ഇവിടേക്ക് സോംബീസ് ഇതിനെ വരുമോയെന്നറിയില്ല. കടലാണ്. ഇതെങ്ങനെ ഇവിടെ ജീവിക്കണേ? ഇത് കുഴപ്പമില്ലാത്തൊരു വീട്. ഇതിൻ്റെ മേലെ ഗ്ലാസ്സാ.
എന്താണ് ഇതിലൊന്നും ഒന്നുമില്ലേ? ഇവിടെ എന്തോ ഒരു സാധനമില്ല. ഇയാൾ വെറുതെ ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെയൊക്കെ എന്താ ക്രാഫ്റ്റിൻ്റെ ഉള്ളിലെല്ലാം വേണ്ട. ഇവിടെ പുറത്തിൽ വെച്ചിരിക്കുകയാണല്ലോ ഇവരൊക്കെ. എൻ്റെ എല്ലാവരും ഷീൽഡൊക്കെ ഉണ്ടായതൊക്കെ ഉണ്ട്. എൻ്റെ അതൊന്നുമില്ലേ? നമുക്ക് മൈനിങ്ങിന് പോകണം. മൈനിങ്ങിന് പോവാണ്ട് എന്ത് മൈൻക്രാഫ്റ്റ്? ഇനി വീടില്ല തോന്നണോ? നമുക്ക് നൈറ്റ് ഉറങ്ങിയിട്ട് നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ പോവാം. എന്നിട്ട് നമുക്കൊരു ചെറിയൊരു ഫാം ഉണ്ടാക്കാം. കുഞ്ഞൊരു ഫാമിങ്ങിൻ്റെ മാതിരി ഒരു സ്ഥലം ഉണ്ടാക്കാം നമുക്ക്. എന്നിട്ട് നമ്മുടെ ഒരു ബെഡ് ഉണ്ട്. നമുക്ക് വേഗം പോവാം. നമുക്ക് ഈ വീഡിയോയിൽ ചിലപ്പോഴാട്ടോ ഫാമിങ്ങിന് പറ്റില്ല. ടൈമില്ല മണ്ടയിൽ. അത്ര ലോങ് ആക്കണ്ട വീഡിയോ ഒന്നും. നമുക്ക് വേഗം പോവാം. നമുക്ക് സ്നേറ്റ് ആയി തോന്നുന്നു. നമുക്ക് പേടിയൊന്നുമില്ല. സോംബീസായി പേടിയിലേക്ക്. നമുക്ക് അവിടെ ഒരു ആടിന് 2 ആടുണ്ടോ? വെള്ളം ബെഡ് ഇട്ട് ഇറങ്ങാം നമുക്ക്. 2 വട്ടാണ് കഴിച്ച് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് ഇറങ്ങണത്. നമുക്ക് ലോങ് ആക്കണ്ട. യൂട്യൂബിൽ ഇതാവണിച്ചാൽ കുറേ നേരം എടുക്കും. അതുകൊണ്ട് തിരുപ്പോന. അയ്യോ സ്കൾട്ടനോ? ഇതൊരു ഷീൽഡില്ല. നമുക്കപ്പോൾ അതിന് പോടാം. എൻ്റെ ഷീൽഡില്ല. അതാ മെയിൻ പ്രശ്നം. നമ്മളുടെ വീട്ടിൻ്റെ വഴിക്ക് ഇതെങ്ങനെ പാത കാണിച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇടാൻ ട്രൈ ചെയ്യാം. നമുക്ക് മെസ്സേജൊക്കെ വരേണ്ട. അത് കാര്യമാക്കണ്ട. ഇങ്ങനെ മെസ്സേജ് വന്നു. നമുക്കിത് ഈ വില്ലേജിൻ്റെ ഏതോ അതും മറന്നു. ഏത് മലയെന്നു? മലയെന്നല്ലേ. നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം. നമുക്ക് വേഗം പോവട്ടെ. ഇതെന്തത് നൊയണ് സ്പീഡ് പോ. എന്താ എനിക്ക് വേഗം പോ. നമ്മൾ വേഗം നീന്തി പോടാ. ഇവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അതിനൊക്കെ കൊല്ലം. നമുക്ക് ഫുഡ് ആവശ്യമുണ്ട്. എന്ത് കളിപ്പിക്കണ കിട്ടാൻ ഇതൊക്കെ അറിയോ ഞാൻ കൊല്ലാൻ വരികയാണെന്ന്? പന്നിയൊക്കെ ഇതിൻ്റെ ഇടയിൽക്കൂടെ ഉണ്ട്. മരം ഇങ്ങനെ പ്രാന്താക്കണം. നമ്മൾ അയിനിയും വന്നിട്ടുണ്ട്. നമുക്കിനി മലേൻ്റെ മേലെ കയറാം. ഗുഹയൊക്കെ ഉണ്ട് ഇവിടെ. മൈനിങ്ങിന് ഇവിടെയൊക്കെ വന്നാൽ നല്ലത് തന്നെ തോന്നണം. കുറേ കിട്ടുന്നുണ്ടാവും. അയണൊക്കെ ഇപ്പം നമ്മൾ മാറണം. എല്ലാവരുടെയും അയണുണ്ട്. ഞാനിപ്പോൾ സ്റ്റോണിലേക്ക് മാറിയിട്ട് വേണം അയ്യണക്ക് പോവാൻ. എൻ്റെ ഒരു അയണില്ല. ഞാൻ എവിടുന്നാ വന്നു? അവിടുന്ന് വന്നോ? അയ്യോ വീണോ അമ്മച്ചി. സ്കൾട്ടൻ്റെ സൗണ്ടൊക്കെ കേൾക്കണം. നമുക്ക് വേഗം പോവാം. ഇവിടെ ആയി തന്നെ നമ്മളെ ബോട്ട് നമ്മൾ നിർത്തി വെച്ചത്. അയ്യോ അതാ നമ്മളുണ്ടല്ലോ വന്ന സ്ഥലത്തേക്ക് തന്നെ വന്നു ഗൈസ്. അതെങ്ങനെ വന്നു? ഞങ്ങൾ കറങ്ങിയിട്ട് പുറത്തേക്ക് തന്നെ വന്നു. ഞാൻ ഇപ്പോൾ ഇവിടുന്ന് വന്ന് ഗൈസ്. എന്നിട്ട് പിന്നെ അവിടേക്ക് തന്നെ ഞാൻ പോയി. അതെങ്ങനെ? അപ്പം എൻ്റെ വീട് പോയാ? എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുനിന്ന് വന്ന് എൻ്റെ ഹെൽത്തില്ല. തീരെ ഹെൽത്തില്ല. പേടിയെന്ന് നമ്മൾ വന്നു. നമ്മളെവിടുന്ന് പോകുന്നതെന്ന് ഓർമ്മയില്ല. നമ്മൾ പൊട്ടോ? ഇവിടെ നിന്നൊന്നുമല്ല. നമ്മൾ ഇത്ര കാടൊന്നുമില്ല. ചെറിയൊരു മല കയറി ഇറങ്ങി. അത്രയൊക്കെ ഓർമ്മയില്ല. ഞാൻ ഇപ്പം നേരെ ഇങ്ങനെ കയറി ഇറങ്ങുമ്പോഴും കറക്റ്റ് തന്നെ ആയിരുന്നു. പക്ഷെ അവിടെ നമ്മൾ കയറിയ സ്ഥലം തന്നെ അവിടെ ഇല്ല. ഇതെന്ത് കളി പറ? മനസ്സിലായിപ്പോ ഗൈസ്.
ബാക്കിലത്തെ മലയിൽ ഞാൻ കയറുന്നുണ്ട്. ഞാൻ ഫ്രണ്ടിലത്തെ മലയിലാണ് കയറിയത്. ഇപ്പം മനസ്സിലായി ഗൈസ്. ഞാൻ അപ്പുറത്തെ മലയിലാണ് കയറിയിരിക്കണേ. അപ്പുറത്തെ സൈഡത്തെ മലയിലാണ് ഞാൻ ശരിക്കും കയറേണ്ടത്. അത് ഓർമ്മയില്ലാണ്ട് ഞാൻ അപ്പുറത്ത് കയറിയത് ഗൈസ്. നമുക്കപ്പോൾ അപ്പുറത്തിലേക്ക് പോവാം. ടൈം ഓരോന്നിൽ വേസ്റ്റ് ആവുകയാണ് ഗൈസ്. ലോങ് ആയിട്ടുണ്ട് വീഡിയോ. നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് സ്റ്റോൺ ടൂൾസ് ആക്കിയിട്ട് എൻഡ് ചെയ്യാൻ എന്തായാലും വീഡിയോ. മറ്റേ മഴയും കാണാനില്ല. ഇവിടെ ഫുള്ള് വെള്ളമാണ്. ഇവിടെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. എനിക്ക് തോന്നിയത് അങ്ങോട്ട് തന്നെയാണ് ഒറിജിനലി. പക്ഷെ ഓർമ്മ കിട്ടുന്നില്ല നേരം. നമുക്ക് നോക്കി നോക്കാം. ഈ മഴൻ്റെ അപ്പുറത്താണ് നമ്മൾ വന്നത്. നമുക്കൊന്ന് പോയോക്കട്ടെ. അമ്മേ ചാവും പോയി. നോക്കുന്ന വെള്ളത്തിൽ വെള്ളം നമ്മളുടെ ആക്ച്വലി ഈ ഭാഗവും അല്ല തോന്നുന്നു ഗൈസ്. ഞങ്ങളുടെ വഴി ഒറിജിനലി തെറ്റി തോന്നുന്നു. ഗുഹയൊന്നും ഉണ്ടായിരുന്നേ ഇല്ല. ഇപ്പൊ ഗുഹയൊക്കെ നിൽക്കട്ടെ. ഞാൻ വീട്ടിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് കാണിക്കാം ഗൈസ്. നമ്മൾ എത്തി വീട്ടിലേക്ക്. കുറച്ച് നേരം പണിയുണ്ടായിരുന്നു നമുക്ക് എത്താൻ. വഴി ശരിക്കും ഒറിജിനൽ തെറ്റി. നമ്മൾ ആ മലയിൽ നിന്ന് നമ്മൾ അങ്ങനെ ചുറ്റിയിട്ട് ഇറങ്ങി. ഇപ്പുറത്തേക്ക് നമ്മൾ നോക്കിയില്ല. നമ്മൾ വീട്ടിലേക്ക് നമ്മൾ നോക്കിയില്ല. എന്നാൽ നമുക്ക് കുറച്ച് സ്റ്റോൺ ടൂൾസിലേക്ക് മാറാം. എൻ്റെ സ്റ്റോണ് ഒരു 15 മതിയോന്ന് അറിയൂല. വുഡ് ഇത്തിരിയല്ലോ. വുഡ് 2 ഇല്ല, ഇത്തിരിയെന്നല്ല. നമുക്ക് ഒരു പിക്കാസ് ഉണ്ടാക്കിയിട്ടാണുള്ള വീഡിയോ ഉണ്ടാക്കാം. ഒരു പിക്കാസ് ഉണ്ടാക്കട്ടെ. നമുക്ക് എത്ര ടൂൾസ് ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ ഒരു ഷവരും. അപ്പോൾ ഇത് കയ്യിലേക്ക് വെക്കാം. എന്നിട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.